ദൈവരാജ്യത്തെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ദൈവസ്നേഹത്തെ കുറിച്ച്, വ്യവസ്ഥകളില്ലാതെ വ്യക്തിപരമായിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ആവോളം കേട്ടു. അത് അനുഭവിക്കുന്ന, പങ്കുവയ്ക്കണം എന്നുള്ള വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായി. അതിനൊക്കെ വചനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി. ഓരോ വചനം വായിച്ചപ്പോഴും ചിന്തനം ചെയ്തപ്പോഴും ഒക്കെ ഇതിനുള്ള ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും, ചിലപ്പോൾ ചിലരൊക്കെ പല പ്രാവശ്യം, എത്രാമത്തെ പ്രാവശ്യം കൂടുന്നവരെന്ന് അറിയാം. ചിലപ്പോൾ 8 ബാച്ചിലുള്ളവരുണ്ടാവും. ഇപ്പൊ 8 ബാച്ചിലുള്ളവരുണ്ട്, ഒക്കെ ആയിട്ടുള്ളവർ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ആഗ്രഹങ്ങൾ ജനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാനും പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. ഇവിടെ ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെയും ലോകം മുഴുവൻ പാപാവസ്ഥയാണ് എന്നാണ് വിശുദ്ധ ബൈബിളും സഭയും നമ്മളോട് പങ്കുവെക്കുന്നതും പഠിപ്പിക്കുന്നതും. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തെ നാം അനുഭവിച്ച് പങ്കുവെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള മഹാകൽപ്പന ദൈവം നൽകിയപ്പോൾ ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിറവേറ്റണമെന്നുള്ള ആ ആ ആ കൽപ്പന പാലിക്കലാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത്. ആ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സാധിക്കാതെ പോകും. അതിനുള്ള കാരണമാണ് പറയുന്നത് നമ്മുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥ എന്ന് പറയുന്നത്. അതിന് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു, മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ പങ്കുവയ്ക്കാൻ, സഭ നമ്മളോട് പങ്കുവയ്ക്കാണ്, ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പർദീസയിലാക്കി. നമ്മള് സ്വർഗസ്ഥനായ നമ്മൾ ഈശോ പഠിപ്പിച്ച ആ അമൂല്യമായ പ്രാർത്ഥന നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ നമ്മൾ പറയുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള വലിയ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും, ക്രിസ്ത്യാനികളായ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെ നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവരാജ്യം ഇവിടെ വരാൻ, നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ വരാനാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സഭ നമ്മളോട് പറയുകയാണ്, വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുകയാണ്, ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം, ദൈവരാജ്യം സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്നതാ. ദൈവം സ്നേഹമാണ്. ആ ദൈവത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയും അവിടുന്ന് നിറഞ്ഞു നിൽക്കുന്നതാ. അപ്പോൾ ആ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള, ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ, നാം ജോലി ചെയ്യുന്നിടത്തോ വ്യാപരിക്കുന്ന എവിടെയായിരുന്നാലും അവിടെയൊക്കെ കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പർദീസയിലാക്കി. പർദീസ എന്ന് പറയുന്ന അതിലൂടെ തുടങ്ങി ലോകം മുഴുവൻ വ്യാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ പർദീസയിലാക്കി. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് നാം ഇങ്ങനെ കാണുന്നു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. കൃത്യമായിട്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന്. ജ്ഞാനത്താലാണ് അവിടുന്ന് മനുഷ്യ രൂപം നൽകിയത്. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാൻ, ദൈവം എങ്ങനെയാണോ അവരെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ പരിപാലിക്കുവാനും വളർത്തുവാനൊക്കെ ആയിട്ട്, ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനും. നമുക്കറിയാം, ഈ ലോകത്തെ ഏറ്റവും വിശുദ്ധിയോടെ കാണുവാനും കേൾക്കുവാനും അവയെ ഏറ്റവും വിശുദ്ധിയോടെ കൊണ്ടുനടക്കാനും ഒക്കെ ആയിട്ടാണ് ദൈവം നീതിയോടെ ഭരിക്കുവാൻ, പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാൻ. നമുക്കറിയാം, വചനം കേട്ട് പരിശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിചയിച്ചിട്ടുള്ള നമുക്കറിയാം, നമ്മളോട് ആരെയും വിധിക്കരുതെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വിധിക്കാനുള്ള അധികാരവും കൊടുത്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ അത്രയേറെ അങ്ങനെ സൃഷ്ടിച്ച, അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ആധിപത്യം വഹിച്ച് വിശുദ്ധ നീതിയിലും ഭരിച്ച് ഹൃദയപരമാർത്ഥ വിധികൾ പ്രസ്താവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിച്ചതും ദൈവം അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതും അതിനുവേണ്ടി മനുഷ്യനെ, തന്റെ മക്കളായ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയതും. ആദ്യ മാതാപിതാക്കളെ പർദീസയിലാക്കുമ്പോൾ ദൈവം അവരെ ഏൽപ്പിച്ച 2 ദൗത്യമുണ്ട്. ഒന്ന് വളർത്തുക, 2 അനുസരിക്കുക എന്നുള്ളത്. വളർത്തുക എന്ന് പറയുമ്പോൾ ലോകത്തെ സകല ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക. ദൈവം നോക്കി സംരക്ഷിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നത് പോലെ അത് ആ പദ്ധതി തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ മക്കൾക്ക് ആ പദ്ധതി തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിന്റെ മകനും മകളുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ജെറമ്യാ പ്രവചനം 29:11 നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന പദ്ധതികൾ തിരിച്ചറിയാനായിട്ട് മനുഷ്യന് സാധിക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, ലോകത്തിലെ സർവ്വജീവനെ നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് ഞാൻ അവരെ ഏൽപ്പിച്ചത്. 2 അനുസരിക്കുക. എന്താണ് അനുസരിക്കേണ്ടത്? ആ പർദീസയിൽ അവരായിരിക്കുമ്പോൾ അവിടെയുള്ള സകലതും അവർക്ക് ഭക്ഷിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ഭക്ഷിച്ചാൽ അതിന്റെ ഫലം എന്താണ്, അത് ഭക്ഷിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ദൈവം അവരോട് കൃത്യമായിട്ട് പറയുകയാണ്, അത് നിങ്ങൾ മരിക്കും. നിങ്ങളുടെ മരണം ഇല്ലാതിരിക്കാൻ
നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അനുസരിക്കണമെന്നാണ് ദൈവം അവരോട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ ദൈവിക പദ്ധതിയെ ദൈവം വിഭാവന ചെയ്ത, ദൈവം മനുഷ്യന്റെ പങ്കാളിത്തത്തിലൂടെ ഈ ഭൂമിയിൽ സ്വർഗരാജ്യം പണിയാൻ ആഗ്രഹിച്ച ആ പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ച് നിഷേധിച്ച് തകിടം മറിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവ സ്നേഹാനുഭവം നഷ്ടമാക്കി. ദൈവത്തോട് കൂടെ നടന്നിരുന്ന, ദൈവത്തിന്റെ പൂർണ്ണമായ സ്നേഹം, വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ആ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തി. അതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കാതെ, ദൈവം പറഞ്ഞത് കേൾക്കാതെ പാപാവസ്ഥ അല്ലെങ്കിൽ പാപം ചെയ്തപ്പോൾ ആ ഭൂമിയിൽ കടന്നു വന്നാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. രണ്ടുപേരുടെ വാക്കുകളാണ് ആദ്യ മാതാപിതാക്കൾ കേൾക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ വാക്ക്. ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുക, അനുസരിക്കുക, അതിലൂടെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിരുന്ന യാഥാർത്ഥ്യം. എന്നിരുന്നെങ്കിൽ ഇന്നും നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകേണ്ടവരായിരുന്നു. എന്നാൽ അവർ രണ്ടാമത് കേട്ടത് പിശാചിന്റെ വാക്കാ. തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകാനും മരണ ജീവിതത്തിൽ കടന്നു വരാനും അത് ഇടയാക്കി. അവർ രണ്ടാമത് പിശാചിന്റെ വാക്ക് കേട്ടു. ആ പിശാചിന്റെ വാക്ക് കേൾക്കുമ്പോൾ അതനുസരിച്ചാൽ, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുമായിരുന്നു. പിശാചിന്റെ വാക്ക് കേട്ടാൽ തിന്മയുടെ അടിമത്തത്തിലേക്കും മരണത്തിലേക്കും പോകും. അപ്പൊ ദൈവം അവരോട് പറഞ്ഞു വെച്ചിരുന്നു, നിങ്ങൾ മരിക്കാൻ മരിക്കും, അത് ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിശാച് അവരുടെ ഉള്ളിൽ അവരുടെ ഒരു സംശയം കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെടുന്നത് നാം കാണുന്നു. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ സാത്താന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് വഴി അവർ അടിമത്തത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവരുടെ ദൈവിക ജീവനും അധികാരങ്ങളും സ്വാതന്ത്ര്യവും സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. ആദ്യ മാതാപിതാക്കൾക്ക് അവർക്ക് ദൈവം നൽകിയ ദൈവിക ജീവൻ, അധികാരങ്ങൾ, നാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കണ്ട അധികാരം, വലിയ സ്വാതന്ത്ര്യം, ദൈവത്തോട് കൂടെ നടക്കാൻ സ്വാതന്ത്ര്യം, സർവ്വ സൗഭാഗ്യങ്ങളും അവർക്ക് നൽകിയിട്ട് അതെല്ലാം അവർ നഷ്ടപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എങ്ങനെ നാം വായിക്കുന്നു? ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. പത്രോസ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, ഏതിനാലാണോ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത് അതിന്റെ അടിമയാണവൻ. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ പ്രീ ഡിഗ്രി പഠനകാലത്ത് എനിക്കുണ്ടായിരുന്ന അടിമത്തമാർന്ന് കോഫി ബൈറ്റ് മിഠായി. എപ്പോഴും എന്റെ കീശയില് കോഫി ബൈറ്റ് മിഠായിയുടെ 10 എണ്ണമുള്ള ഒരു കട്ട, 5 രൂപ കൊടുത്താൽ 50 പൈസയാണ് ഒരു മിഠായിക്ക്. 10 എണ്ണമുള്ള ഒരു കട്ട കിട്ടും. എപ്പോഴും കീശയിൽ മേടിച്ചിടും. അതിങ്ങനെ ഓരോ മിഠായി തിന്നു കഴിയുമ്പോൾ തരും. അതിനുള്ള കോഫിൻ എന്ന് പറയുന്ന ചെറിയ ലഹരി നൽകുന്ന ആ അവസ്ഥ എന്നെ അടിമപ്പെടുത്തിയിരുന്നു. അവിടെ നമ്മൾ വീണ്ടും കാണുന്നതാണ്, ദൈവീയ വാക്കിനാലല്ല ആദ്യ മാതാപിതാക്കൾ തോൽപ്പിക്കപ്പെട്ടത്. നാം കാണുന്നുണ്ട്, ദൈവത്തിന്റെ കൂടെ നടന്ന ആദ്യ മാതാപിതാക്കൾ പിന്നീട് സാത്താന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെടുന്നത് ഉൽപ്പത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു. അപ്പോൾ ദൈവിക വാക്കിനാലല്ല അവർ തോൽപ്പിക്കപ്പെട്ടത്, പിശാചിന്റെ വാക്കിനാലാണ് അവർ തോൽപ്പിക്കപ്പെട്ടത്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയായിട്ട് മാറും അവൻ എന്ന് പത്രോസ്ലീഹ, നമ്മുടെ ആദ്യ മാർപ്പാപ്പയായ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കൾ തോൽപ്പിക്കപ്പെട്ടത് സാത്താന്റെ വാക്കിനാലാണ്. അവിടെ സാത്താൻ മനോഹരമായിട്ട് അവരെ പറ്റിക്കുക ചെയ്യുന്നത്. അവിടെ ശത്രു സംശയത്തിന്റെ ഒരു വിത്ത് അവരുടെ ഉള്ളിലേക്ക് വിതയ്ക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞ ഒരു സംശയം കൊടുത്തത്? നിങ്ങൾ ദൈവത്തെ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളോട് എല്ലാം തിന്നോളാൻ പറഞ്ഞിട്ടില്ലേ? തിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഭക്ഷിക്കരുതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയാണ്, അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളൊരു സംശയം. അപ്പോൾ അവരുടെ ഉള്ളിൽ സംശയം ഉണ്ടായി. കാരണം എന്താ? ഞങ്ങൾ ദൈവത്തെ പോലെ അല്ലേ? ശരിക്കും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവത്തിന്റെ മകനും മകളുമായി സൃഷ്ടിച്ചപ്പെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തെ പോലെ ആയിരുന്നു. കാരണം ദൈവത്തിന് സകല അധികാരങ്ങളും ദൈവം കൊടുക്കുക, വിധിക്കാനുള്ള അധികാരം പോലും കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സകല അധികാരങ്ങൾ കൊടുത്ത് ദൈവം പരിപാലിക്കുന്ന ലോകത്തെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിട്ട് ആ ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കേണ്ടവർ, അവരുടെ ഉള്ളിൽ സംശയം, ഞങ്ങൾ ദൈവത്തെ പോലെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു നിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ള ധാരണയോടുകൂടി അവർ ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവർ അകന്നുപോയി. അങ്ങനെ സാത്താന്റെ വാക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സാത്താന് സമർപ്പിച്ചത് വഴി അധികാരവും സർവ്വസ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് അവർ തിരിച്ചുവിട്ടു. അങ്ങനെ സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് എത്തുന്നത്, അവർ മരണത്തിലേക്ക് എത്തുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് റോമ 6:22 നാം വായിക്കുന്നു, പാപത്തിന്റെ വേതനം മരണമാണ്. പാപം ചെയ്യുന്നത് വഴി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മരണം, നിത്യനാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആ സംശയം വളരുന്നത് പിന്നീട് നാം വിശുദ്ധ ബൈബിളിലൂടെ കണ്ണോടിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായ കായനും ആബേലിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കായൻ ആബേലിനെ സംശയിക്കുന്നതും ആ സംശയം വളർന്നു വരുമ്പോൾ അവൻ തന്റെ സഹോദരനായ ആബേലിനെ കൊല്ലുന്നതും നാം കാണുന്നുണ്ട്. പിന്നീട് മനുഷ്യവർഗത്തിന്റെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അബ്രാഹത്തിലൂടെ വിളിച്ചു ചേർത്ത് മനുഷ്യവർഗത്തെ രൂപീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ചെറിയ നുണയിലൂടെ തന്റെ സഹോദരിയാണെന്ന് പറയുന്ന സാറയെ, തന്റെ ഭാര്യയെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാൻ അവരെ പേടിപ്പിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന അബ്രാഹത്തെ നമ്മളവിടെ കാണുന്നുണ്ട്.
അബ്രാഹത്തിൽ നിന്ന് രൂപപ്പെട്ട അല്ലെങ്കിൽ അബ്രാഹത്തിൽ സാറയിൽ നിന്ന് വന്ന ഇസ്ഹാക്ക് അതേ പാപം ആവർത്തിക്കുന്നത് നാം കാണുന്നു. പിന്നീട് യാക്കോബിലേക്കും ഏസാവിലേക്കും കടന്നു വരുമ്പോൾ അത് കുറെ കൂടി ആ പാപത്തിന്റെ മേഖല വർദ്ധിക്കുന്നത്, സഹോദരനെ തള്ളിപ്പറയുന്നത്, സഹോദരനെ അവകാശപ്പെട്ട് തട്ടിയെടുക്കുന്നതൊക്കെ നാം കാണുന്നു. പിന്നീട് അവരുടെ യാക്കോബിന്റെ 12 മക്കളിലേക്ക് എത്തുമ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ആ ചരിത്രങ്ങൾ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് പോകുന്ന ദൈവത്തിന്റെ മനസ്സിനടങ്ങിയ മനുഷ്യന്റെ വിളിപ്പേരുള്ള ദാവീദ് ഒരു സ്ത്രീയെ തട്ടിയെടുക്കാൻ വേണ്ടി മോഹമുള്ളിൽ ഉദിച്ചപ്പോൾ ആ മോഹം വളർന്ന് 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 അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, ദുരാഗ്രഹം മനസ്സിൽ ബലപ്പെട്ടു വന്നപ്പോൾ അവളെ സ്വന്തമാക്കണമെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊല്ലണം എന്നുള്ള തിരിച്ചറിവിൽ അവനെ കൊല്ലുന്നതും കൊലപാതകയായി മാറുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. ഇതും ഇങ്ങനെ മനുഷ്യവർഗത്തെ പിന്തുടരുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറി. പാപാവസ്ഥ മനുഷ്യരിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറുന്നത് നാം വിശുദ്ധ ബൈബിളിൽ കാണുകയാണ്. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ഓടി അകലും. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ മരത്തിന്റെ മറവിൽ ഒളിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളത് വായിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് അകന്നു പോകുന്ന അവസ്ഥ, ദൈവം നമ്മൾ ഒരിക്കലും അകലെയല്ല. ദൈവം സത്യമാണ്, അവൻ നിത്യമായ സത്യമായതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മൾ പാപം ചെയ്ത് ഈ അവസ്ഥയിലായ നമ്മൾ ഓരോരുത്തരും മനുഷ്യവർഗത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, ഇന്നും ചൂഴ്ന്നു നിൽക്കുന്ന ഈ പാപാവസ്ഥയിലായ മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, അവൻ ഇന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നമ്മൾ ആർക്കാണ് നമ്മളെ തന്നെ അടിമ വയ്ക്കുന്നത്? ദൈവത്തിനാണോ അതെയോ സാത്താനാണോ എന്ന് തിരിച്ചറിയണം. നമ്മൾ ദൈവത്തിനാണ് നമ്മളല്ലേ അനുസരണത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിനാണ് നമ്മൾ അടിയറ വയ്ക്കുന്നെങ്കിൽ നമ്മൾ ആ രക്ഷയിലേക്ക്, നീതിയിലേക്ക് അങ്ങനെ നമുക്ക് കടന്നു പോകാനാകും. അല്ല, സാത്താനാണ് നമ്മൾ അടിമകളായിട്ട് വയ്ക്കുന്നെങ്കിൽ മരണത്തിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നു. വീണ്ടും റോമക്കാർക്ക് എഴുതിയ 3-ാമത്തെ അധ്യായം 10 മുതൽ 12 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ലോകം മുഴുവൻ ഇങ്ങനെ പാപാവസ്ഥയിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടന്ന സംഭവം തന്നെയാണ്. ഷീജാന്റെയും ഷിബിച്ചാന്റെയും ഡാഡി 3-4 വർഷത്തിന് മുമ്പ് മരിച്ചു. ഡിസംബർ മാസത്തിലാണ് മരിച്ചത്. ഡാഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പണയപ്പാട് എടുപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഷിബിച്ചാനെ തിരിച്ചറിഞ്ഞിട്ട് ബാങ്കിൽ പോയി പണയപ്പാട് എടുപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾക്കായിട്ട് ചെന്നപ്പോഴാണ് ബാങ്ക് മാനേജർ അവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഡാഡി ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അത് അടയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവരത് തിരിച്ചറിയുന്നത്. അവർക്ക് അതുവരെ അങ്ങനെ ഡാഡി ലോൺ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വരെ ആ ലോൺ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നം നിറഞ്ഞാന്ന് ഒക്കെ അറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, മാനേജർ അത്ര ഇവരോട് സഹകരിച്ചില്ല. അങ്ങനെയൊക്കെ അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ ഞാനും ഷീജാനെ കൂടെ ചെന്നു. ഡാഡി എടുത്ത ഒരു കടം ഡാഡി ജീവിതത്തിൽ വീട്ടാൻ പറ്റാതെ വന്നപ്പോൾ അത് മക്കളായ ഷിബുയിലേക്കും ഷിജുയിലേക്കും കടന്നുപോയി. നമ്മൾ ആദ്യ മാതാപിതാക്കളെ കണ്ടത് അവർ ചെയ്തൊരു പാപത്തിന്റെ അവസ്ഥ, ആ പാവാവസ്ഥ കടന്നു വന്നപ്പോൾ അവരുടെ മക്കളിലേക്കും പിന്നെ തലമുറകളിലേക്കും വ്യാപിക്കുന്നത് നാം കണ്ടു. ഈ ഷിജുവിനും വീട്ടാൻ പറ്റിയില്ലെങ്കിൽ ഷിബുവിന്റെയും മക്കളായ 10 പേരുണ്ട് ഇപ്പോൾ. ആ 10 പേരിലേക്കും ഈ കടബാധ്യത കടന്നു വരും. അവർക്ക് അത് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആ 10 പേർക്ക് ഒരു 4 വെച്ച് മക്കൾ ഉണ്ടായി തന്നെ 40 പേരായി. ആ 40 പേരിലേക്ക് ആ കടബാധ്യത വളരും. ഇവിടെ വരെ ഇതുപോലെ ആദ്യ മാതാപിതാക്കളുടെ പിന്തുടർച്ചയായി നമ്മൾ ഓരോരുത്തരും മനുഷ്യവർഗം 2 പേരിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ തുടങ്ങി, പിന്നീട് അത് വളർന്ന് വന്ന് ലോകത്തെ അല്ലെങ്കിൽ നിന്റെ സംഖ്യ മണത്തരി പോലെ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവൻ വ്യാപിച്ച്, അങ്ങനെ നിങ്ങൾ പെറ്റുപറി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ വചനം യാഥാർത്ഥ്യമായതുപോലെ ഭൂമി മുഴുവൻ മനുഷ്യൻ നിറഞ്ഞു. ആ മനുഷ്യവർഗം മുഴുവൻ ഇന്ന് ഈ ഒരു പാപാവസ്ഥ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്താണെന്നും നാം അറിയുന്നു. നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്, ഈ പാവസ്ത്ര ക്ലാസ്സിൽ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിച്ചത്. അപ്പന്റെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകിയത് ദൈവമാണ്. എന്നാൽ നാം തിരിച്ചറിയാം, ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ശക്തിവലയത്തിലാണ്, പാപാവസ്ഥയിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ മനുഷ്യന്റെ ജീവിതം മുഴുവൻ തകർക്കപ്പെട്ടു, തകർത്ത മനുഷ്യനായിട്ട് അവൻ മാറി, പ്രത്യാശ നഷ്ടപ്പെട്ടു,
വീട്ടാനാകാത്ത വലിയ കടത്തിൽ അവൻ നിബന്ധിച്ചു. പാപത്തിന്റെ അടിമത്തത്തിലായി അവൻ മാറി. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില് സ്ലീഹ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്ലീഹ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാനിത് പെട്ടെന്ന് ഓർക്കുമ്പോൾ എന്റെ കഴിഞ്ഞ ദിവസം എന്റെ അപ്പച്ചൻ എന്നോട് പങ്കുവച്ചൊരു കാര്യം പങ്കുവെച്ചു വെച്ചാൽ എന്റെ ഭവനത്തിൽ എന്റെ അനിയന്റെ വീട് തൊട്ട് ചേർന്നിരിക്കണം, അപ്പച്ചനും അമ്മച്ചിയൊക്കെ അനിയനോട് കൂടെ താമസിക്കുന്ന ഒരു വീട് മാലി തന്നെയാണ്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പച്ചനോട് സംസാരിച്ച സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായി സംസാരിച്ച സമയത്ത് അപ്പൻ പറഞ്ഞൊരു കാര്യം, ആ പ്രശ്നം ഇതായിരുന്നു. എന്റെ അപ്പച്ചൻ 85 കാലഘട്ടത്തിൽ ധ്യാനം കൂടി നവീകരണത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്നോളം അപ്പച്ചൻ ആരോടും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. അതിന്റെ ഇടയിൽ 10-ാം ക്ലാസ്, ഞാൻ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ വലിയ സംഭവം ഉണ്ടായ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പനെ കുത്തി മുറിവേൽപ്പിച്ചും അപ്പൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. ആ ആ വ്യക്തിയോട് പോലും അന്ന് ചെന്ന് അപ്പൻ ആദ്യമായിട്ട് കാണുമ്പോൾ, എടാ എനിക്ക് ഇതിനോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ നീ നന്നായിട്ട് പണിയെടുത്ത് നിന്റെ കുടുംബത്തെ പോറ്റണമെന്ന് പറയുന്ന ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ആരോട് ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കാത്തൊരപ്പൻ, ഞങ്ങളോട് പോലും ദേഷ്യപ്പെടാറില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് വേണ്ട രീതിയിൽ പറഞ്ഞു തരും, മനസ്സിലാക്കാനാണ് അപ്പൻ ശ്രമിക്കാറുള്ളൂ. അപ്പൊ അതുപോലെ ആരോടും, അപ്പൊ 85 ഇപ്പൊ 25 ഒരു 40 വർഷത്തോളമായിട്ട് ആരോട് ദേഷ്യപ്പെടാതെ പോകുന്ന അപ്പൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ കുടുംബ യൂണിറ്റ് വാർഷികം ഉണ്ടായപ്പോൾ എല്ലാ ഒരുക്കങ്ങളായി. ആ സമയത്താണ് എല്ലാ വീടുകളിലും പോയി എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് എല്ലാവരോടും ചോദിച്ചാ. അപ്പൊ അന്ന് ചിലരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിലൊരാൾ എന്റെ അപ്പച്ചന്റെ അനിയനാണ്. ആ ആള് പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടണം, എനിക്ക് പാട്ട് പാടാൻ അവസരം തന്നാൽ മാത്രമാണ് ഞാൻ വാർഷികത്തിന്റെ പിരിവും കാര്യങ്ങളൊക്കെ തരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ അപ്പച്ചൻ വൈകിട്ടാണ്, സന്ധിക്കാണ്, അപ്പച്ചന് ദേഷ്യം വന്നു. അപ്പച്ചൻ ദേഷ്യം വന്നിട്ട് അപ്പൻ പറഞ്ഞു, ഇനി ഞാൻ നീ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇനി അവസരമൊന്നുമില്ല, പക്ഷെ നീ അങ്ങനെയാണ് പറയുന്നെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം, എന്റെ അപ്പനാണ് കുടുംബത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് എന്റെ വീട്ടിൽ ഇനി ഉണ്ണീശ്വരെയും കൊണ്ടില്ല, അമ്പെഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ചെയ്യില്ല എന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് അപ്പൻ ഒരവസ്ഥയാണ്. അപ്പൊ എന്നോട് പലരും അത് പങ്കുവച്ചു. പക്ഷേ രാവിലെ കുർബാനയ്ക്ക് പോയ അപ്പൻ കുർബാനയ്ക്ക് മുമ്പ് 5:30 അപ്പം പള്ളിയിലെത്തും, 6:30 കുർബാന. അച്ഛൻ വന്നപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് കുമ്പസാരിച്ചിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ നേരെ അനിയന്റെ വീട്ടിലേക്ക് തന്നെ ചെന്ന്, എടാ ക്ഷമിക്കണോട്ടോ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട്, ആടാ നീ ഒരു പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. 40 വർഷമായിട്ട് ദേഷ്യപ്പെടാന്ന് കാണാതിരുന്ന എന്റെ അപ്പൻ എവിടുന്നാ ദേഷ്യപ്പെട്ടത്? ഞാൻ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പം പറയാം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ സമയത്ത് എവിടുന്നോ ഈ ഒരു ദേഷ്യം എന്റെ ഉള്ളിലേക്ക് കയറി വന്നു, ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു. കാരണം അപ്പനോട് പിടുത്തം കിട്ടണില്ല എവിടെ ദേഷ്യം, കാരണം 40 വർഷമായിട്ട് ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് എന്ന് പറയുമ്പോൾ, സാഹചര്യം അനുകൂലമാകുമ്പോൾ പാപം ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്ന, പാപത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു അവസ്ഥ നമ്മൾ ചുറ്റും നിലനിൽക്കുന്നു, നമ്മിൽ തന്നെ അത് വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കറിയാം, മഴക്കാലമായാൽ അല്ലെങ്കിൽ മഴക്കാലമാകുമ്പോൾ ആ മഴക്കാലത്തിന്റെ അവസ്ഥ നിലനിൽക്കുമ്പോൾ അത് മഴ പെയ്യും എന്നുള്ളൊരു നമുക്കറിയാം. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ളവർ ചെന്നാൽ അവിടെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നിടത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തണുപ്പ് അനുഭവപ്പെടും എന്ന് പറഞ്ഞതുപോലെ, ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അവസ്ഥയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം. അങ്ങനെ അവസ്ഥയിലായ മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളും തകർക്കപ്പെട്ടു. നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ തുടക്കത്തില് പാപാവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് ആദത്തിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചുകൊണ്ട് ഹവ്വയെ ആദത്തിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഹവ്വയെ കുറിച്ച് ആദം പറഞ്ഞു വെക്കുകയാണ്, ഇത് എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസമാണ്, ഞാൻ തന്നെയാണിത്, വേറെ ഒരാളല്ല, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ അത്രയേറെ സ്നേഹത്തോടെ തിരിച്ച് ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന ആ ആദം പിന്നീട് പാപാവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അങ്ങ് എനിക്ക് കൂട്ടി നൽകിയ സ്ത്രീയാണ്. ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. ആദ്യമേ ദൈവമായിട്ടുള്ള അവന്റെ ബന്ധം നഷ്ടപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ പാപാവസ്ഥയിലായ മനുഷ്യന്റെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം, ആദ്യമേ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. 4 തരത്തിലുള്ള ബന്ധങ്ങളെ മനുഷ്യനെ നഷ്ടപ്പെടുന്നു. ഒന്ന്, ദൈവമായിട്ടുള്ള ബന്ധം, സ്നേഹം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. അതോടൊപ്പം ഭയം, ദൈവമായിട്ടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ ഭയം വളരാൻ തുടങ്ങും, വെറുപ്പ് വരും, വിദ്വേഷം വരും, പിരിമുറക്കം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നാം പാപം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പോകുക കഴിയുമ്പോൾ, നാം പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നു വരുന്നത്, പലതിനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്നതും പിരിമുറുക്കം അനുഭവിക്കുന്നതും വെറുപ്പൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമുക്ക് നഷ്ടമായ രണ്ടാമത്തെ ഒരു ബന്ധമാണ് തന്നോട് തന്നെയുള്ള ബന്ധം. നമ്മൾ ഉൾവലിയുന്ന വ്യക്തികളും നാണമുള്ളവരും ലജ്ജയുള്ളവരൊക്കെ ആയിട്ട് മാറും. ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്റെ പേരിനെ പോലും വെറുക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറി. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ബന്ധം നഷ്ടപ്പെടും. മൂന്നാമത്, പരസ്പര ബന്ധം, മറ്റു മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്ന വഴിയാണ് നമ്മൾ പഴി പറയാൻ തുടങ്ങുന്നത്, കുറ്റം വിതയ്ക്കുന്നത്, സ്വയം ന്യായീകരിക്കുന്നത്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത അറിയാം. ഞാൻ എനിക്ക് തൊട്ടു മുമ്പ്
സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അച്ഛന്റെ ചെറിയൊരു ടോക്ക്. ആ ടോക്കിൽ അച്ഛൻ പറയാണ്, നമുക്ക് മറ്റു മനുഷ്യരെ കുറ്റം പറയാനാകുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷെ നമുക്ക് അങ്ങനെ പറയണ കുറ്റമായിട്ടല്ല, അവൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മളത് പങ്കുവെക്കണമെന്നാണ് അച്ഛൻ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന വ്യക്തികളും മറ്റുള്ളവരെ പഴി പറയുന്നവരൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മൾ എന്താ ചെയ്ത, നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ള ന്യായീകരണം പോലും പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം സൃഷ്ടപ്രപഞ്ചവുമായിട്ട് ശത്രുതയിലാകുന്നു. സൃഷ്ടപ്രപഞ്ച ശത്രു എന്ന് വെച്ചാൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന, എന്നുവെച്ചാൽ മനോഹരമായ പ്രകൃതി നമുക്ക് ഇന്നോളം നമ്മുടെ മാതാപിതാക്കൾ പകർന്നു നൽകി, ഇതുവരെയുള്ള തലമുറകൾ കടന്നു വന്നു, ഇനിയുള്ള തലമുറയ്ക്കും അവർ പകർന്നു കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന വഴി അതുമായിട്ട് ശത്രുതല. അതുകൊണ്ടാണ് പാപ്പ ലൗദാത്തോ സി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെർത്തതിലെ തൂത്തി എന്ന് പറയുന്ന ആ ഒരു എല്ലാവരും സഹോദരനാണെന്നും ഈ പ്രപഞ്ചം എല്ലാവർക്കുമായിട്ട് കരുതി വെക്കണമെന്നൊക്കെ പറയാൻ പരസ്പര നമ്മോട് പറഞ്ഞു വെക്കാനുള്ള കാരണം പോലും. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവവുമായിട്ടും തന്നോട് തന്നെയും പരസ്പരമുള്ള ബന്ധം, അങ്ങനെ സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, എന്റെ മൂത്ത മകൻ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് അവന് ആംഗ്യം കാണിച്ചു പറഞ്ഞപ്പോ ഒന്ന് പറയേണ്ടി വന്നു അവനോട്. അതുകൊണ്ടാ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, 5ാം ക്ലാസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഞാൻ 10ാം ക്ലാസ്സിൽ എത്തുന്നവരെ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. ഞാൻ നേരത്തെ എന്റെ അപ്പച്ചന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അപ്പച്ചൻ കുത്തുകൊണ്ടത്. ആ കുത്തുകൊണ്ട് അപ്പൻ ആശുപത്രിയിലായപ്പോൾ രക്തമെല്ലാം മറന്നുപോയി. എല്ലാവരും പറഞ്ഞത് അപ്പന് കൈക്കടി കൊണ്ടു, അങ്ങനെ 4 മേജർ ഓപ്പറേഷൻ അന്ന് തന്നെ ചെയ്യേണ്ടി വന്നു രാത്രിയിൽ. അപ്പനെ എല്ലാവരും പറഞ്ഞത് മരിച്ചു പോകുമെന്നാ പറഞ്ഞു. ആ സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ഇഷ്ടക്കുറവ്, ദേഷ്യം, വെറുപ്പ് ഒക്കെ ആ വ്യക്തിയോട് തോന്നി. ആ വ്യക്തി ആരാണെന്ന് എനിക്ക് തിരിച്ച് അറിയാമായിരുന്നു, എല്ലാവരും പറഞ്ഞ് എനിക്ക് അറിയാമായിരുന്നു. ആ വ്യക്തിയോട് വെറുപ്പ് തോന്നി. പിന്നീട് എന്റെ സംസാരം കേൾക്കാൻ പറ്റാതെ ഉണ്ടോ? കാരണം എന്റെ കേൾക്കാം. എന്റെ ഇന്റർനെറ്റ് എന്തോ ചെറിയ പ്രശ്നം കാണിച്ചു. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിരുന്ന, എല്ലാ ദിവസവും ദൈവത്തിന് സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോയിരുന്ന, അൾത്താരെയും വിശുദ്ധ ബലിയർപ്പിച്ച് പോയിരുന്ന എന്റെ ഉള്ളിൽ ആ സമയത്ത് ഒരു വെറുപ്പുണ്ടായി. ആ വെറുപ്പ് പിന്നീട് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാൻ പറ്റാതെ വന്നു, പണിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പന്റെ വീട്ടിലെ സാഹചര്യം മാറി, വരുമാന മാർഗ്ഗം ഇല്ലാതെ ഇപ്പോൾ ഞാൻ പണിക്ക് ഇറങ്ങി സ്ഥിരമായിട്ട്. അതുവരെ പണിക്ക് പോകുമായിരുന്നു, സ്ഥിരം പോകില്ലായിരുന്നു. പക്ഷെ അതുവരെ പോകാൻ സ്ഥിരമായിട്ട് പണിക്ക് പോകാൻ തുടങ്ങി. പ്രാക്ടിക്കലിന് മാത്രം ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. പിന്നീട് പ്രീഡിഗ്രി കഴിഞ്ഞ് ITL പഠിക്കാൻ പോയപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മലങ്കര പള്ളികളൊന്നും, ഞാൻ സീറോ മലബാർ സഭക്കാരാണ്, മലങ്കര പള്ളി ഒന്നും എന്റെ സഹോദരങ്ങളുടെ സഭയാണ്, അല്ലെങ്കിൽ അത് സഹോദര സഭയാണ് തിരിച്ചറിയാൻ പറ്റാതെ അവിടെ ഒന്നും പള്ളിയിൽ പോകാതെയായി. മാസത്തിൽ ഒരിക്കലൊക്കെ വരുമ്പോൾ പോലും ഇവിടെ ദേവാലയത്തിൽ പോകാതെയായി. എന്റെ ദൈവവുമായുള്ള ബന്ധം നശിച്ചു. അതുവഴി എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്റെ പേരിനെ ഞാൻ വെറുത്തു. ഞാൻ നിങ്ങളോട് നേരത്തെ പങ്കുവച്ചു, എന്റെ പേരിനെ, ജെനി എന്നുള്ള പേരിനെ, പെൺകുട്ടികളുടെ പേരാണെന്നുള്ള ധാരണയിൽ ഞാൻ എന്റെ പേരിനെ വെറുക്കാൻ തുടങ്ങി. എന്നോട് തന്നെ എനിക്ക്, എന്റെ ശരീരപ്രകൃതിയിൽ എനിക്ക് ലജ്ജ തോന്നി. എന്റെ സെബാസ്റ്റ്യൻ പേര് മാത്രം ഞാൻ ഉപയോഗിക്കാൻ, എന്നുവെച്ചാൽ മാമോയിസ പേര് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾവലിയാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും ആക്റ്റീവായിട്ട് നിന്നിരുന്നത്, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എങ്ങും പോകാതെയായി. പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. എന്റെ കൂട്ടുകാരോട് ദേഷ്യപ്പെടുക, ചാടിക്കേറി തട്ടുത്തരങ്ങൾ പറയുക, പിന്നീട് പ്രകൃതിയെ വാരി നശിപ്പിക്കുന്ന മണൽ വിപണനത്തിലേക്ക്, മണൽ മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പോയി. അതിന്റെ ഭാഗമായിട്ടുള്ള ഗുണ്ടായുസവും കൊട്ടേഷനും പരിപാടികളൊക്കെ ആയിട്ട് 10-13 വർഷക്കാലം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്റെ ജീവിതത്തിൽ മാറുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അവരോടെ പിന്നീട് ദൈവം ഈ ഒരു തലത്തിലേക്ക് എന്നെ പിന്നീട് കൊണ്ടുവന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അവരോടെ നമ്മൾ തിരിച്ചറിയണം, ഒരു വെറുപ്പ് എന്റെ ഉള്ളിൽ കഴിഞ്ഞപ്പോൾ ആ വെറുപ്പ് അനുദിനം എന്റെ ദൈവമായിട്ടുള്ള ബന്ധം എന്റെ നഷ്ടപ്പെട്ടു. എനിക്ക് എന്നോട് തന്നെ ബന്ധം നഷ്ടപ്പെട്ടു. അനുദിനം വളർന്ന് പിന്നീട് വളരെ മോശപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് എവിടുന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വെറുപ്പ്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുകയും വിശുദ്ധർപ്പിക്കുകയും ഈശോയെ സ്വീകരിക്കുകയും അൾത്താരയിൽ ശുശ്രൂഷയും ചെയ്തിരുന്ന 3-4 വർഷക്കാലം അങ്ങനെ ജീവിച്ച എന്റെ ജീവിതത്തിൽ എവിടുന്ന വെറുപ്പ് കടന്നത്? പ്രിയപ്പെട്ടവരെ, എന്നിൽ ഇങ്ങനെ ഒരു അവസ്ഥ, സാഹചര്യം അനുകൂലമാകുമ്പോൾ മറ്റുള്ളവരെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്നിൽ തന്നെ നിലനിന്നിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനായ ദാവീദ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. സങ്കീർത്തനം 51:5 പറയുകയാണ്, അതുവരെ ദൈവത്തിന്റെ മനസ്സിലിണങ്ങിയ വ്യക്തി എന്ന പേരുള്ള ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു 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 കൊലപാതകയായിട്ട് മാറിയപ്പോൾ, തട്ടിയെടുക്കുന്നവരായിട്ട് മാറിയപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. വലിയ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്.
ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ പാപി ആയതുകൊണ്ട്, പാപം ചെയ്യുന്നതുകൊണ്ടല്ല. നമുക്കറിയാം, ഒരു മാവ് മാങ്ങ ഉണ്ടാകുന്നത് കൊണ്ടല്ല അതിന് മാവ് എന്ന് വിളിക്കുന്നത്. അത് മാവാണ്, അതുകൊണ്ട് അതിൽ മാങ്ങ ഉണ്ടാകും. തീർച്ചയായിട്ടും മാങ്ങ ഉണ്ടാകും. എന്ന് പറയുന്നത് പോലെ നമ്മൾ പാപികളായതുകൊണ്ട്, പാപം ചെയ്യുമ്പോഴല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മതിയല്ലോ. നമ്മൾ പാപം ചെയ്യാൻ പറയുമ്പോൾ ഈ പാപാവസ്ഥ തിരിച്ചറിയുന്നെങ്കിൽ നമ്മൾ പാപികളായതുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നതെന്നും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. റോമക്കാർക്ക് എഴുതിയ 7-ാമത്തെ അധ്യായം 19 മുതൽ 20 വരെ വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, താൻ ജീവിച്ചു പോകുന്ന യാഥാർത്ഥ്യത്തിൽ യേശുവിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് വീണ്ടും മറ്റു എന്നിൽ ക്രിസ്തു ജീവിക്കുന്നെന്ന് വിളിച്ചു പറഞ്ഞ ആ പൗലോസ് പറയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പൗലോസ് വലിയ തിരിച്ചറിവായിരുന്നു. കൂട്ടായ്മയിൽ വസിച്ച് മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ ഇച്ഛിക്കാത്ത പാപം ചെയ്തു പോകുന്ന അവസ്ഥ, അങ്ങനെ ഞാൻ ചെയ്തു പോകുന്നു. ചിലപ്പോൾ ചിലരെയൊക്കെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുന്നു, ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ പൗലോസ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഈ ഒരു അവസ്ഥ എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതെന്ന് പൗലോസ് വിളിച്ചു പറയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന പ്രാർത്ഥനയാണിത്. റോമ 7:24 പൗലോസ് ഉറക്കെ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവമഹത്വത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ, ദൈവത്തിനെതിരായി നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മരണം, പാപത്തിന്റെ വേദനമായ മരണം കടന്നു വരുമെന്നും ആ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആർക്കാണ് എന്നെ മോചിപ്പിക്കാനാവുക എന്നും പൗലോസ് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉള്ളിലും ഈ ഒരു പ്രാർത്ഥന ഉയരട്ടെ. ഈ ഒരു അവസ്ഥ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും പങ്കുവെച്ച് ജീവിക്കാനും ദൈവം നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അത് അനുഭവിക്കാനും പങ്കുവെക്കാനും കഴിയാതെ പോകുന്ന മാതാപിതാക്കളിലൂടെ നമ്മുടെ ഇന്നും മനുഷ്യവർഗത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കടന്നു വന്ന് ഇന്നും മനുഷ്യവർഗത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ആ അവസ്ഥ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാകുമ്പോൾ, ആ സാഹചര്യം അനുകൂലമാകുമ്പോൾ നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ പാപാവസ്ഥ നമ്മളിൽ തന്നെ വസിക്കുമ്പോൾ, ഇതിൽ നിന്ന് ആർക്കാണ് നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിക്കാനാവുക? എന്റെ വ്യക്തിപരമായ ജീവിതത്തെ യോജിപ്പിച്ച് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ പൂർണ്ണമായ സ്നേഹത്തിൽ ജീവിക്കുവാൻ ആർക്കാണ് എന്നെ അതിൽ രക്ഷിക്കാനാവുക എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ദിവസങ്ങളിലുള്ള വചന ചിന്തകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആഴത്തിൽ അത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മള് പാപം കുടുംബത്തിൽ എന്ന വിഷയമാണ് നമ്മൾ ഇപ്പോൾ നോക്കണം. ദൈവം എന്നാൽ ഒക്കെ തകർക്കാനും കുടുംബത്തിലെ അംഗങ്ങളുടെ വ്യക്തിപരവും ഒപ്പം കുടുംബം എന്ന രീതിയിലുമുള്ള ഒന്നിച്ചുള്ളതുമായ വളർച്ചയെ ഇല്ലാതാക്കാനും ഓരോരുത്തരും ഒക്കെ ഇടയാക്കുന്നത് എന്ത്? അത് കായന്റെ ജീവിതം നിങ്ങൾക്കറിയാം. ആദവും ഹവ്വയും ദൈവഹിതത്തിന് വിരുദ്ധമായി സാത്താന്റെ മന്ത്രണങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് പാപം ചെയ്തു. അങ്ങനെ കുടുംബത്തില് മാതാപിതാക്കളുടെ ആദ്യ പാപം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ചുള്ളത് ദൈവഹിതമായ പാപം ആ കുടുംബത്തെ ബാധിച്ചു. ആ കുടുംബത്തിലേക്ക് ഈ കുടുംബ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കായേനും ഹബേലും അവിടെ നന്മ ബലപ്പെടുകയാണ്. കായേൻ തകർച്ചയിലേക്ക് പോകുന്നു. കായേൻ സഹോദരനെ കൊല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ ആവുന്നു. എന്താണ് ഈ കായേന് വ്യക്തമായ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം
7-ാം വാക്യം. ഉൽപ്പത്തി 4:7. ഉചിതമായി പ്രവർത്തിച്ചാവുകയില്ലേ? നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. കയനോട് ദൈവം പറയുക, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവം തന്റെ ആഗ്രഹം പറയുകയാണ്. എന്താണ്? നീ അതിനെ കീഴടക്കണം. കായേൻ പാപത്തെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ദൈവം ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പാപത്തിന്റെ ഒരു സ്വാധീനം കൊണ്ട് ഒരു സഹോദരന്റെ ഉള്ളിൽ തിന്മ പ്രവേശിക്കുന്ന നേരത്ത്, ആ കുടുംബത്തിലെ ഒരു സഹോദരന്റെ ഉള്ളിൽ തിന്മ പ്രവേശിക്കുന്ന നേരത്ത് ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്. പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു. നീ അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഓരോ കുടുംബത്തെക്കുറിച്ചും, ഓരോ കുടുംബത്തിലെ ഓരോ അംഗത്തോടും ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. എന്നെ ശ്രവിക്കുന്ന ആ കുടുംബത്തെ നിങ്ങളോട് ദൈവം പറയുന്നത്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിങ്ങളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു. അത് നിങ്ങളിൽ താല്പര്യം വച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ പ്രത്യേകമാം വിധത്തില് നമ്മുടെ പടിവാതിൽക്കൽ ഇങ്ങനെ പാമ്പിനെ പോലെ, അതാണ് പതിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര ശക്തമായ ഇമേജറിയാണ്. പാമ്പിനെ പോലെ പതിയിരിക്കുന്ന പാപം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുടുംബത്തില് പാപത്തിലേക്കുള്ള ചായ്ച്ചിലുകൾ എന്തെല്ലാം രീതികളിലാണ്, എന്തെല്ലാം വിധങ്ങളിലാണ്. അത് അപ്പന്റെ കാര്യത്തിലായാലും, അമ്മയുടെ കാര്യത്തിലായാലും, മക്കളുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കാര്യത്തിലായാലും, അങ്കിളിന്റെ ആന്റിയുടെയും കാര്യത്തിലായാലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാപം നമ്മിൽ താല്പര്യം വെച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയിലും പാപത്തിലേക്കുള്ള ചായ്വുണ്ട്. അതുകൊണ്ട് എനിക്ക് കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കരുത്. ഇപ്പൊ ചിലപ്പോ ഈ ടീച്ചർമാര് ചിലപ്പോ മാതാപിതാക്കളോട് പറയും, മോൻ ഇത്തിരി കുരുത്തക്കേടാണ് കേട്ടോ, മോൻ ഇങ്ങനെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ മോൾക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നു. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നതായി കേട്ടിട്ടുള്ളത്, എൻ്റെ മോനോ എൻ്റെ മോളോ അങ്ങനെ ഒരു കുഴപ്പം, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത്തരത്തിലുള്ള അമിത വിശ്വാസം ദയവ് ചെയ്ത് ഒഴിവാക്കണമേ. നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെ തന്നെ ബലഹീനരാണെന്ന്, നിങ്ങളുടെ മക്കൾ മറ്റേത് മക്കളെ പോലെയും ബലഹീനരാണ്. ഏത് നിമിഷവും ഏത് വലിയ പാപത്തിലേക്കും വീണു പോകാൻ സാധ്യതയുള്ളവരാണെന്ന്, ഏതെങ്കിലുമൊക്കെ തഴക്കദോഷത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവരാണെന്ന് ഒരവബോധം നമുക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് മക്കളെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പൊതിഞ്ഞു പിടിക്കുന്ന മാതാപിതാക്കൾ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഭർത്താവ്, നമ്മള് ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം, ശരി തന്നെ, സ്നേഹിക്കണം, ശരി തന്നെ, ആദരിക്കണം, ശരി തന്നെ, ഒരു സംശയം ഇതിൽ കാര്യത്തിലില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു വീഴ്ച വരില്ല, എൻ്റെ ഭർത്താവ് ഒരിക്കലും വീഴാൻ പറ്റാത്തൊരാളാണ്, അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ ഭാര്യ
ഒരു വീഴ്ചയും വരാൻ പറ്റാത്ത എൻ്റെ ഭാര്യ പരമപരിശുദ്ധിയാണ്, എൻ്റെ ഭാര്യ മാലാഖയെ പോലെയാണ്. ദയവ് ചെയ്ത് ആദ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ചിറകുള്ളവരാരും നിങ്ങളുടെ കുടുംബത്തിലില്ല. അതായത് മാലാഖമാർ ആരും നിങ്ങളുടെ കുടുംബത്തിലില്ല. ചിറകില്ലാത്ത ഒരു മൂക്കും 2 കണ്ണും 2 ചെവിയും ഒക്കെയുള്ള, 2 കൈയും 2 കാലും ഒക്കെയുള്ള സാധാരണ മനുഷ്യരാണ് കുടുംബങ്ങളിൽ ഉള്ളവര്. പാപികളാണ് കുടുംബങ്ങളിലുള്ളവര്. പാപത്തിലേക്ക് വീഴാൻ എളുപ്പമുള്ളവര് തന്നെയാണ് കുടുംബത്തിലുള്ള എല്ലാവരും. ഇത്തരത്തിലുള്ളൊരു അവബോധം നമുക്ക് ഉണ്ടാകണം. അത്തരത്തിലുള്ള എന്തെങ്കിലും ലാഞ്ചനകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ തിരുത്താൻ വളരെയേറെ പ്രാർത്ഥനാപൂർവം ക്ഷമയോടെ വേണം. നമുക്കുണ്ടാക്കാനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കാനല്ല, മറിച്ച് പാപത്തിൽ വീഴാതിരിക്കാനുള്ള നിങ്ങളുടെ ഭർത്താവിൻ്റെ കാവൽ മാലാഖയാണ് നിങ്ങൾ ഭാര്യ. നിങ്ങളുടെ ഭാര്യ പാപത്തിൽ വീഴാതിരിക്കാനുള്ള കാവൽ മാലാഖയാണ് ഭർത്താവ്. നിങ്ങളുടെ മക്കൾ പാപത്തിൽ വീഴാതിരിക്കാനുള്ള കാവൽ മാലാഖമാരാണ് മാതാപിതാക്കൾ. സഹോദരങ്ങൾ പാപത്തിൽ വീഴാതിരിക്കാനുള്ള കാവൽ മാലാഖമാരാണ് സഹോദരങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പാപാവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും തുക്കട ലാഭത്തിനു വേണ്ടിയോ എന്തെങ്കിലും ചെറിയ ഗുണങ്ങൾക്ക് വേണ്ടിയോ ജീവിത മൂല്യങ്ങളെ, സത്യത്തെ, ആത്മാർത്ഥതയെ, ഉത്തരവാദിത്വത്തെ, സത്യസന്ധതയെ, നീതിയെ ഒക്കെ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരു ശൈലി കുടുംബങ്ങളിൽ വളരരുത്. കറണ്ട് ചാർജ് കുറക്കാൻ മീറ്ററിൽ സൂത്രം കാണിക്കുന്ന മാതാപിതാക്കൾ പാപത്തിലേക്ക് മക്കളെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലെ ഓരോ കാര്യവും ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോ കുടുംബത്തില് മക്കള് ചിലപ്പോ ചില TV കാഴ്ച, ഡാൻസുകൾ, ചില സിനിമകള് നിങ്ങൾക്കറിയാം അത് അത്ര പന്തിയുള്ളതല്ല. അത് ഈ മക്കൾ ഈ പ്രായത്തിൽ കാണേണ്ടതല്ല. അത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പറ്റിയതല്ല, നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ അത് പറയാതെ നിങ്ങളൊന്ന് കണ്ടോൺ ചെയ്ത് അതിങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരവസ്ഥ വളരെ ദുഃഖകരമായ, വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പാപത്തിന് ഇടം കൊടുക്കാതിരിക്കുക. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 25-26 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ പറയുന്നത് എന്താണ്? കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കോപം തീരണം. മറ്റു തൊട്ടടുത്ത സെന്റൻസ് ഉണ്ട്, അത് പലപ്പോഴും പലരും വായിക്കാറില്ല. സാത്താനു നിങ്ങൾ ഇടം കൊടുക്കരുത്. സാത്താനു നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പോൾ കോപം, കുടുംബത്തിലുണ്ടാകുന്ന കോപം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോപം, അതൊക്കെ പെട്ടെന്ന് വരാം. അങ്ങനെയുള്ള കോപങ്ങളൊക്കെ സംഭവിക്കാം, അത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. അപ്പൊ എന്താണാവോ കോപിക്കാം എന്നാൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്? നീണ്ടുപോകുന്ന കോപം പാപമാണ്. നീണ്ടുപോകുന്ന കോപം വൈരാഗ്യമാണ്, വെറുപ്പാണ്. അത് നിങ്ങൾക്കിടയിലായാലും
നിങ്ങൾക്ക് മറ്റോ ആരോടെങ്കിലും പുറത്തുള്ളവരോടായാലും അത് പാപം തന്നെയാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. ഇവിടെ നിങ്ങൾ വെറുപ്പിലോ വിദ്വേഷത്തിലോ വൈരാഗ്യത്തിലോ ആണെങ്കിൽ നിങ്ങളുടെ മധ്യേ ഉള്ളത് സാത്താനാണ്. കാരണം അവൻ ഇടം കിട്ടിക്കഴിഞ്ഞു. കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കോപം അവസാനിക്കണം. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പോ നീണ്ടുപോകുന്ന കോപം സാത്താന് ഉളവാക്കുന്ന വെറുപ്പും വൈരാഗ്യവുമായിട്ട് മാറുന്നു. പിന്നെ പണിയെടുക്കുന്നത് മുഴുവൻ സാത്താനായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പാപ അവസ്ഥ അത് പ്രബലപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നമ്മളാണ് പുലർത്തേണ്ടത്. പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് പുലർത്തേണ്ടത്. തിരുത്തേണ്ട സമയങ്ങളിൽ തിരുത്തുക, ശാസിക്കേണ്ട സമയങ്ങൾ കൃത്യമായി ശാസിക്കുക. എന്നാൽ സ്നേഹത്തോടെയാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ. പാപം കുടുംബത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലത്തില് ഇന്ന് ഈ സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഒരു പരിപാടി. സോഷ്യൽ സ്റ്റേറ്റസ് എന്താ? സോഷ്യൽ സ്റ്റേറ്റസ്, ഒരു കല്യാണം നടക്കുന്നു. കല്യാണം നടക്കുന്ന വീട്ടിൽ മദ്യം വിളമ്പണം. ആ വീട് മദ്യം വിളമ്പിയില്ല എങ്കിൽ ഒരു ചുക്കിനും ചുണ്ണാനും കൊള്ളാത്ത ടീംസാണ്. അപ്പോ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനായിട്ട് മദ്യം വിളമ്പണം എന്ന ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതിയെ കുടുംബം റെസിസ്റ്റ് ചെയ്യണം. മദ്യമില്ലാതെ വീട്ടിലെ ഈ കാര്യം ഭംഗിയായി നടക്കുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. ഇനി ചില വീടുകളുണ്ട്, അച്ഛൻ വെഞ്ചരിക്കാൻ എല്ലാ മുറികളിലും പോകുമ്പോഴും ഒരു മുറി അത് തുറക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈശോയ്ക്ക് പ്രവേശനമില്ലാത്ത മുറികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? അത് മദ്യം വെച്ചിരിക്കുന്ന മുറികളാകാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ടെക്നോളജി, പ്രത്യേകിച്ച് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം, മൊബൈല്, സോഷ്യൽ മീഡിയ, TV ചാനലുകൾ, പ്രോഗ്രാമുകൾ, ഇവയിലൊക്കെ ഒരു കൃത്യമായ ഒരു നിലപാട് ഓരോ കുടുംബത്തിനും വേണം. അല്ലാതെ പാപത്തിന് വാതിൽ മലർക്കെ തുറന്നിട്ടുകൊണ്ടുള്ള ഒരു നയവുമില്ല. നിലപാട് അത് വളരെ അപകടകരമായ ഒന്നാണ്. കുടുംബത്തിന് ദോഷം ചെയ്യുന്ന, ദ്രോഹം ചെയ്യുന്ന ഒന്നാണ്. നോക്കൂ, ദൈവം കൃത്യമായി കുടുംബത്തോട് പറയുകയാണ്, പാപം നിങ്ങളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു, അത് നിങ്ങളിൽ താല്പര്യം വച്ചിരിക്കുന്നു, നിങ്ങൾ അതിനെ കീഴടക്കണം. പാപത്തെ ചെറുക്കാൻ, പാപത്തെ വെറുക്കാൻ, പാപത്തെ ഒഴിച്ചു നിർത്താൻ നിരന്തരമായ ജാഗ്രത പാലിക്കേണ്ടവരാണ് നമ്മൾ. സത്യത്തിൽ, നീതിയിൽ, ആത്മാർത്ഥതയിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ആഴപ്പെടട്ടെ. അലസത പാപത്തിന്റെ വലിയൊരു വാതിലാണ്. അലസത നമ്മുടെ കുടുംബങ്ങളിൽ, അലസത, സമയം കൊല്ലൽ, ചീത്ത പറച്ചിലുകള്, ചീത്ത പ്രവൃത്തികളിൽ ഉള്ള കൂട്ടായ പങ്കാളിത്തം, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കുകയോ തട്ടിക്കുകയോ അല്ലെങ്കിൽ നുണ പറഞ്ഞ് കാര്യങ്ങൾ നടത്തുകയോ, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ, ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക. നമ്മുടെ കുടുംബം പാപത്തിന് മലർക്കെ തുറന്നിട്ട ഒരു കുടുംബം ആകരുത്. മറിച്ച് പാപത്തിന് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒരു കുടുംബമായി
നമ്മൾ നിലകൊള്ളണം. എന്നാൽ ഈശോയ്ക്ക് പൂർണ്ണമായും തുറന്നിട്ടിട്ടുള്ള കുടുംബമായിട്ട് നമ്മൾ നിലകൊള്ളണം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവഹിതം അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം അതാകട്ടെ നിങ്ങളുടെ കുടുംബം. പാപം നിങ്ങളിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു കുടുംബം എന്ന നിലയിൽ അതിനെ കീഴടക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. ഞങ്ങൾക്ക് ഒരു ആശീർവാദം കൂടി തരാം അച്ഛാ. ഓക്കെ സാറേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ